وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നതായിട്ട് പടിപാടി തണ്ട്. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ യർവ അൻ റബ്ബിഹി. ഇതൊരു ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പടിപാട്ടി എനിക്കത് ചൊന്നു കൊടുത്ത എനിക്കത് ഒരു ഹദീസാണ്, ഖുദ്സിയായ ഹദീസ് തന്നെ. അപ്പോൾ ഈ ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കതബഹു അല്ലാഹു തബാറക വ തആല ഇൻദഹു ഹസനതൻ കാമില. ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ഒരു വ്യക്തി ഒരു നല്ല കാര്യം ആക്കുന്നുണ്ട് ഉദ്ദേശിച്ചെങ്കിൽ, ഒരു നല്ല സ്വറ ആക്കുന്നുണ്ട് ഉദ്ദേശിച്ചെങ്കിൽ, പക്ഷേ അവൻക്ക് ഏതോ ഒരു സമസ്യ വന്നപ്പോൾ ആ കാര്യം അവൻ ആക്കിയിട്ടില്ല. ഉദ്ദേശിച്ച പക്ഷെ അവൻ ആ കാര്യം ആക്കിയിട്ടില്ല. എന്നാൽ അല്ലാഹു തആല അവൻകു കതബല്ലാഹു തആല ഇൻദഹു ഹസനതൻ കാമില, ഒരു ആ കാര്യ ആക്കിക്കത്തെ ഒരു പൂർണ്ണമായ പ്രതിഫല കൊടുക്കുന്നുണ്ട ഈ ഹദീസിൽ കാണ്ടി. മാത്രമല്ല വ ഇൻ ഹമ്മ ബിഹ ഫഅമിലഹ, ഇനി ആ കാര്യം നല്ല കാര്യത്തെ ആക്കുന്നുണ്ട് ഉദ്ദേശിച്ച പക്ഷേ ആ കാര്യം അവൻ ആക്കിയ, എന്നാൽ അല്ലാഹു തആല അവൻകു കതബഹല്ലാഹു അശറ ഹസനത്തിൻ ഇലാ 700 ളൈഫിൻ ഇലാ അളഅഫിൻ കസീറ, അവൻകു അല്ലാഹു തആല 10 പ്രതിഫലമാണ്, 10 മുതൽ 700 ഇങ്ങനെ ഇരട്ടിയായിട്ട് അല്ലാഹു തആല അവൻകു പ്രതിഫലം കൊടുക്കുന്നുണ്ട് അവിടെ ഹദീസിലും കാണ്ടി. അപ്പോൾ ഒരു നല്ല കാര്യം ആക്കുന്നുണ്ട് ഉദ്ദേശിച്ച പക്ഷെ അവൻ ആക്കിയിട്ടില്ല, എന്നാൽ അവൻക്ക് ഒരു നല്ലൊരു ഫുള്ള് സവാബാണ്, പ്രതിഫലമാണ് കിട്ടിയോണ്ടില്ലേ. മാത്രമല്ല ഒരു കാര്യം ഉദ്ദേശിച്ച അതിനവൻ ആക്കിയ, എന്നാൽ അല്ലാഹു തആല അവൻക്ക് 10 പിടിച്ചിട്ട് 700 ഇങ്ങനെ പ്രതിഫലം കൊടുക്കുക. അതേപോലെ വ ഇൻ ഹമ്മ ബിസ്സയ്യിഅത്തിൻ ഫലം യഅമൽഹ, ഒരു വ്യക്തി ഒരു വേണ്ടാത്ത കാര്യം ഒരു തെറ്റാക്കൊക്കെ ഉദ്ദേശിച്ച പക്ഷെ അവൻ അതാണ് ആക്കില്ല, അപ്പോൾ അല്ലാഹു തആല അവിടെയും ഒരു നല്ല പൂർണ്ണമായ പ്രതിഫലം കൊടുക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപാട്ടിയോ ഇല്ലേ. മാത്രമല്ല ഇനി ആ വ്യക്തി വ ഇൻ ഹമ്മ ബിഹ ഫഅമിലഹ കതബഹല്ലാഹു സയ്യിഅത്തുൻ വാഹിദ, ഇനി അവൻ തപ്പട് ഉദ്ദേശിച്ച വേണ്ടച്ച ആക്കുക ഉദ്ദേശിച്ച അതവൻ ആക്കി പോയ ഉദ്ദേശിച്ചിട്ട് പിന്നെ അതവൻ ആക്കിയ ആ വേണ്ടച്ച കാര്യം ആക്കിയ, എന്നാൽ അല്ലാഹു തആല അവൻക്ക് ഒരു പൂർണ്ണമായിട്ട് ഒരു ഫുള്ള് തപ്പാക്കിക്കത്തെ കൂലി അല്ലാഹു തആല ശിക്ഷ അവൻക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാണ്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിക്കത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹദീസിൽ മനസ്സിലാക്കുക സാധ്യവിടെ ഇസ്ലാം ദീൻ കഷ്ടച്ചൊല്ലിക്കത്തെ ആൾമാർ എതിർന്നു ഈ ഒരു ഹദീസ് ചെന്നിട്ട് അദ്ദീനു ഇസ്റുൻ, ദീൻ ചൊല്ലിയത് സുലഭമാണ് എന്ന് നമുക്ക് അങ്ങോട്ടേക്ക് സമർത്ഥിക്കുക സാധ്യവിടെ ഒരു ഹദീസാണ്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യക്ക് ഏതൊരു അമലാക്കുമ്പോൾ അവനക്ക് നിയത്താണ് അതിലൂടെ ബേനായതായി. ഇന്നമൽ അഅ്മാലു ബിന്നിയത്ത്, എല്ലാ അമലുകളും സ്വീകരിക്കപ്പെട്ടത് അതുകൊണ്ട് നിയത്ത് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഏത് വിഷയം നല്ല നല്ല കാര്യം ആക്കുമ്പോൾ അതൊക്കെ ബേനായിട്ട് ഞങ്ങൾ നല്ല നല്ല നിയത്ത് വെക്കണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുക സാധ്യമില്ലാണ്ട് ഈ ഒരു ഹദീസിൽ ഞങ്ങൾക്ക് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പടിപാടി തന്നോണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോൾ ഈ ഒരു മഹാന്റെ പരിചയം ഇല്ലാത്ത എനിക്കത് ആരുമില്ല. കാരണം റഈസുൽ മുഫസ്സിറാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹബൂർ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമുദായത്തിൽ ഏറ്റവും വലിയ സാഗര സമാനരായ വലിയ ഒരു ആലിമാണ്, പണ്ഡിതൻ കൂടിയാണ്, പ്രഗത്ഭരായ സ്വഹാബിയും കൂടിയാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചെറിയ പ്രായത്തിൽ സ്വഹാബിയാവുക ചാൻസ് കിട്ടിയെങ്കിൽ ഒരു സ്വഹാബിയും കൂടിയാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. എല്ലാ ഭാഗത്തിൽ നിന്നിട്ട് മഹത്വങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഏതൊരു മഹത്വം ബാക്കി വെച്ചിട്ടില്ല, ഏതൊരു മഹത്വം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എല്ലാ ഭാഗത്തിൽ നിന്ന് മഹത്വങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്താവുടെ സമയത്തിൽ മഹാനവർകൾ വെറും 13 വർഷമാണ് മഹാനവർകൾ ഇന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്, തങ്ങളുടെ കുടുംബം കൂടിയായിട്ട് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഇൽമുലും ഏറ്റവും വലിയ സ്ഥാനം കിട്ടിയ ഒരു സ്വഹാബിയും കൂടിയാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. കാരണം അത്രയും പാണ്ഡിത്യവും ആലിമും കൂടിയാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. തഖ്വയും അതേപോലെ വലിയ വലിയ ഭയഭക്തിയും അതിനെ ಬಗ್ಗೆ വിശദീകരിക്കുന്നില്ല. കാരണം മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജാവ് സമയത്തിൽ
ഇബാദത്തുകളും പകൽ സമയത്തിൽ നോമ്പും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കിക്കൊണ്ട് ഇന്നെനിക്കിത്തെ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല മുസ്തഗ്ഫിറൻ ബിൽ അസ്ഹാർ, അത്തായ സമയത്തിൽ അള്ളാഹുറൊട്ടിಗೆ ധാരാളം ഇസ്തിഗ്ഫാർ കേട്ടോ ഇന്നെനിക്കിത്തെ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ബക്കാഅ മിൻ ഖശ്യത്തില്ലാഹി, അങ്ങനെ അള്ളാഹുടെ താല പേടിച്ചിട്ട് ധാരാളം ബുൾപ്പിട്ട് ഹത്താ ഖദ്ദദ ദംഉ ഖദ്ദൈഹി, മഹാന്റെ രണ്ട് ആ കൗലു ചണ്ടിയാടുത്തോല കണ്ണുനീർ കൊണ്ട് മഹാനവറുകൾ രണ്ട് കൗളുടെ കൽകി ಇಂತಂಟ മഹാനവർ പടിപ്പാട്ടി തന്നോല്ലേ. ഇന്നഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റബ്ബാനിയ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ റബ്ബാനിയാണ് ചെന്നെങ്കിൽ അള്ളാഹുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ അള്ളാഹുടെ ഏറ്റവും കൂടുതൽ അറിഞ്ഞെനിക്കിയ ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വഅലമുഹാ ബികിതാബില്ലാഹി, അല്ലാഹു തആലയുടെ പവിത്ര ഗ്രന്ഥമായ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആന്റെ എല്ലാ വിഷയങ്ങളും എല്ലാ രഹസ്യങ്ങളും എല്ലാ തഫ്സീറുകളും എല്ലാ വ്യാഖ്യാനങ്ങളും അതിരെ എങ്ങനെ സംയോജനാക്കಡೆ എങ്ങനെ അതിരെ കൊമ്പ് വെക്കടെ ಅದಕ್ಕೆ എങ്ങനെ അർത്ഥ വെക്കടെ ഇതെല്ലാം ഗുന്തുല്ലെങ്കിത ഒരു മഹാനാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ചെറിയ വയസ്സിലിരിക്കുമ്പോഴേ അഗാധമായ പാണ്ഡിത്യം ഉല്ലംഘിച്ച ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഹിജ്റ പോണ്ടാണ്ടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോണ്ട ആ ഹിജ്റ പോണ്ടാണ്ടി 3 വർഷത്തെ മുമ്പാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിക്കടെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഹിജ്റ പോകുമ്പോൾ 3 വർഷമാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്താവുമ്പോൾ അദ്ദേഹത്തിന് 13 വർഷമാണ്. മാത്രമല്ല ആ 13 വർഷത്തിലെ ആ ചെറിയ കിടോയിക്കുമ്പോൾ ആ ചെറിയ ബാലക്കാരയിക്കുമ്പോൾ സുമാർ 1161 ഹദീസുകൾ മണപ്പാടം ആക്കിയിട്ട് സമുദായത്തിക്ക് പടിപ്പാട്ടി തന്നുകൊണ്ട് ഇതാണ് മുഅ്മിനാനാക് വലിയൊരു അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത്രയും ചെറിയ പ്രായത്തിൽ 1661 ഹദീസ് നമുക്ക് സമുദായത്തിക്ക് പടിപ്പാട്ടി തന്നുകൊണ്ട് 1660 ഹദീസാണ് മഹാനവർകൾ ഈ സമുദായത്തിക്ക് പടിപ്പാട്ടി തന്നോലെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ഉമ്മ പെത്തപ്പ, ആ മഹാന്റെ പെത്തപ്പ സീത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട കൂട്ടിയപ്പോണ്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മധുരം കൊടുപ്പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ബറക്കത്താക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ആ തുപ്പുനീർ കലർത്തിക്കൊണ്ട് ആ മഹാന്റെ ബായിക്ക് മധുരം കൊടുക്കട്. മാത്രമല്ല ആ കിടാവുടെ ബായിക്ക് ആദ്യം കടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തുപ്പുനീറാണ്. മാത്രമല്ല ആ തുപ്പുനീർ ആ ബായിലോട് കടന്നതോട് കൂടെ തക്വയും ഹിക്മത്തും ഇൽമും ഇതെല്ലാം ആ മഹാന്റെ ബായിലൊക്കെ കടന്നു പോയിട്ട് തണലില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ സമയത്തിലും തണലായിട്ട് നിന്റെ മഹാനാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എല്ലാ സമയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇൻത്ത് എല്ലാ സമയത്തിലും ഇൽമു പഠിച്ചു ഇൻത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളാക്കുമ്പോൾ തന്നി കൊടുത്തു ഇൻത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ പെരോത്ത് നിസ്കരിച്ചു ഇൻത്ത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിന് പിന്നിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ആ യാത്രയിൽ ഒരുപാട് ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുడు. ആ ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ യാത്രയിൽ എന്തെല്ലാം ഉപദേശം ആക്കിറ അതെല്ലാം പിൽക്കാലത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആൾമാർക്ക് പടിപാടി കൊടുക്കുడు. കാരണം അത്രയും വലിയ ഹിഫ്ളാണ്, ഓർമ്മശക്തിയാണ്, ബുദ്ധിശക്തിയാണ് മുഅ്മിനീങ്ങളെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരു ദിവസം ഇങ്ങനെ ഉളു എടുക്കും പടുത്താവുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉളു എടുക്കും തന്നി കൊടുക്കുడు. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു നന്റെ ഇഷാറത്താക്കട് നന്റെ മുട്ട ಬಂದು നിസ്കരിക്കുക ഇഷാറത്താക്കട്. പക്ഷേ നിസ്കാരല്ല. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട പോയി നിന്നിട്ടില്ല. ബാക്ക് വൈഡ് നിന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കേൾക്കുడు. ನಾನು ಚಂದಲ್ಲೇ ನನ್ನ ಮುಟ್ಟ ನಿಕ್ಕು ನೀಂದೆ ಮುಟ್ಟ ನಿಂದಿಟ್ಲ ನೀಂದ ಬ್ಯಾಕ್ ನಿಂದ ಕೇಟಪ್ಪ ಮಹಾನಾಯ ಅಬ್ದುಲ್ಲಾಹ್ ಇಬ್ನ್ ಅಬ್ಬಾಸ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಚೊಲ್ಡು ಅಂತ ಅಜಲ್ಲುಂ ಫಿ ಐನಿ ನಬಿಯೇ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ನನ್ನ ಕಣ್ಣಲ್ಲಿ ನಿಂಗೆ ഒരു വലിയ ഒരു ആദരവുണ്ട്, ഗൗരവമുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. ഇതാണ് ഇതുകൊണ്ടായിട്ടിക്കട് നിങ്ങളെ മുട്ട നമുക്ക് പേടിയുണ്ട്, സ്നേഹമുണ്ട്. ഈ ഒരു കാരണത്തിൽ പോയിട്ടിക്കട് നിങ്ങളെ മുട്ട നിന്നിട്ടില്ല. അതുകൊണ്ടായിട്ടിക്കുന്ന നിങ്ങളെ ബാക്ക് നിന്റെ ചൊന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം ആടും. മുഅ്മിനീങ്ങളെ നമുക്കൂടെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദബുടെ വിഷയമാണ് പടിപാടി തന്നോല്ലേ. ഇവിടെ നമുക്ക് ശിസ്തുവാണ്, അദബാണ് നമുക്കൂടെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ സാധ്യമായോല്ലേ.
അപ്പൊ ഏതൊരു മുഅ്മിനും അദബ് ചൊല്ലേണ്ടത്, ശിസ്തു ചൊല്ലേണ്ടത് അത് നിർബന്ധമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അബ്ദുല്ലാഹ് ബാപ്പായായ അബ്ബാസ് റളിയല്ലാഹുവിനൊട്ടിക്ക് ആമർ വന്ന് കേട്ടാറ്, നിങ്ങമ്മ ബല്യമ്മ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബല്യമ്മ കേട്ടപ്പ അബ്ബാസ് റളിയല്ലാഹു ചൊല്ലു ബല്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 300 ജനിച്ചിരേൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് ജാസ്തി സ്ഥാനമുള്ള നക്കും ചൊന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ബല്യ നാനും ചൊന്നിട്ടില്ല. കാരണം അദബാണ്. അവിടെ ചൊന്ന് ഇങ്ങനെ ചെന്നിട്ടാണ് അവിടെ സെറ്റാക്കിയത്. അപ്പോൾ നമുക്ക് ഗൊന്താവിടും അദബാണ് എല്ലാത്തും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷമായിട്ട് ഈ കിടാവ് ബേനായിട്ട് ദ്വാർക്കിട് 2 കൈയിനോ ആകാശത്ത് ഉയർത്തിട്ട് അല്ലാഹുമ്മ ആതിഹിൽ ഹിക്മ, അല്ലാഹു ഈ കിടാവ് നീ ഹിക്മത്ത് കൊടുക്ക്, ഈ കിടാവുക്ക് ഇൽമു കൊടുക്കു ചെന്നപ്പോൾ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അല്ലാഹുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് ഇജാബത്ത് കൊടുക്കട. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും പല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്താക്കിയിട്ട് കുറേ സ്വഹാബികൾ ഞങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങ് ഖിദ്മത്താക്കിയത് മാത്രമല്ല, ആ ഖിദ്മത്താക്കിയതോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ട് ധാരാളം ഇൽമുകൾ പഠിച്ചാർ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്കൊന്നില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 10 വർഷം ഖിദ്മത്ത് നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദ്ധി വെച്ച് മാത്രമല്ല, ചോറ് കൊമ്പയിട്ട് വെച്ച് മാത്രമല്ല, അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ധാരാളം ഇൽമു പഠിച്ചിട്ട് സമുദായത്തിന് എത്രയോ ഹദീസുകൾ പഠിപ്പാട്ടി കൊടുത്തെങ്കിയ ആളാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇപ്പൊ ആധുനിക ലോകത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ സാധ്യമാവുള്ളൂ എത്രയോ വലിയ വലിയ ഉസ്താമാരെ മുട്ട അങ്ങനെ ഖാദിമി കഴിക്കിടാറ്. പക്ഷേ അങ്ങ എന്താക്കാറ്, അങ്ങ ഉസ്തര മുട്ട ഇലും പഠിക്കില്ല. ആ ഉസ്ത എവിടെ കൂട്ടിയ പോണ്ടാറ്, അവിടെ ഫുഡെല്ലാം തിന്നറാറ്, ശമ്പളം എടുത്തോണ്ടാറ്, നല്ല റാഹത്തിൽ ദഹിക്കിടാറ്. ഇതാണ് അവളെ ദൈനംദിന കാര്യ. പക്ഷേ അങ്ങ് തെല്ല് ചിന്തിച്ചിട്ടുണ്ടായെങ്കിൽ ആ ഉസ്താദർ മുട്ട അങ്ങ് ഉല്ലംഘിത ഉസ്താദർ മുട്ട എത്രയോ ഇലും പഠിക്കാൻ സാധ്യമാവുള്ളൂ. പക്ഷേ ഇതൊന്നും അങ്ങ് നടത്തിയില്ല. ഇത് വല്ലാത്തൊരു ദുരന്തമാണ്. അതല്ലേ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ തന്റെ റസാനത്തിൽ ചൊന്നോല്ലേ, മാലിൽ വഫാദി ഖൈശും ലിനൗഫിറത്തിൻ ബലിദ് ദഖാഖിൽ മിൻ ബൈലഹാ ശമമുൻ. ഒരു കൊലത്തിൽ ഒരു താവർ ഇന്നപ്പ ആ താവർക്ക് എന്തോ നല്ലൊരു മണമാണ്. ആ താവറുടെ മണക്കുക വേനായിട്ട് ദൂരത്തുള്ള എല്ലാ പക്ഷികൾ വന്നിട്ട് ആ താവറുടെ മേല് ബന്ധിച്ചിട്ട് ആ മണത്തെ ആസ്വദിക്കിട്. പക്ഷേ ആ കൊലത്തിലുള്ള കപ്പക്ക് അതിനെ മണടിക്കില്ല. കാരണം ആ കപ്പക്ക് തരിമൂക്കില്ല. അപ്പൊ ഇതേ ഒരു സംഗതിയായിട്ടിക്കട് ഒരു ഹാദിമുടെ വിഷയച്ചുള്ളിടത്ത് സംബന്ധിച്ചിടത്തോളം ആ ഹാദിമു ആ ഉസ്തരമുട്ട പഠിക്കട കുറേ വിഷയിക്കട. പക്ഷേ ഇതെല്ലാം നെഗ്ലക്ട് ആക്കട, അവന് ഇങ്ങനെ സമയത്തെ കൊള്ളുട, ഒന്നും പഠിക്കില്ല. വല്ലാത്തൊരു ദുരന്തമാണ്. പക്ഷേ ഈ ഉസ്തരമുട്ട ആൾമാരെല്ലാം പഠിക്കാറ്, കുറെ ഇൽമുകൾ ഉപകാരം എടുക്കാറ്. പക്ഷേ ഈ ഹാദിമു എന്തും ഉപകാരം എടുക്കില്ല. അങ്ങനെ ഈ ഒരു ഉസ്തക് ഒരു നാൾ എന്തോ ഒരു സമസ്യ വന്നപ്പ വാളാക്കുക ആവുലുണ്ടായിരുന്നെങ്കിൽ ശിഷ്യരെ കടത്താട്ടാണ് കേട്ടപ്പ ആൾമാർ ചൊല്ലാറ് ശിഷ്യരെ കടത്തണ്ട. കാരണം ആ ശിഷ്യക്ക് എന്തൊരു ഇൽമില്ല, അതായിട്ടിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഒരു ശിഷ്യക്ക് ആ ഉസ്തരമുട്ട നല്ല ഇൽമല കിട്ടുന്നുണ്ടായെങ്കിൽ ആ ശിഷ്യക്ക് പോയിട്ട് വാളെല്ലാം ആക്കുക, ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുക്കുക. പക്ഷേ ഈ ശിഷ്യക്കാണ് എന്തും ഗൊന്തില്ല. അപ്പൊ ഇങ്ങനെ ആവു തീരാട്ട മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി തന്നോലെ, അദബാണ് പഠിപ്പാട്ടി തന്നോലെ, സ്വഹാബിങ് അതാണ് നമുക്ക് പഠിപ്പാട്ടി തന്നോലെ. അങ്ങ് ഖിദ്മത്ത് ആക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വിഷയങ്ങൾ പഠിച്ചാറ്, സമുദായത്തിൽ പഠിപ്പാട്ടി കൊടുത്താറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആയില്ലേ അല്ലാഹുമ്മ ആതിഹിൽ ഹിക്മ ചൊല്ലിയ ദുആത്തെ അല്ലാഹു തആല സ്വീകരിച്ച അല്ലാഹു തആല മഹാനക്ക് ധാരാളം ഹിക്മത്തും ഇൽമും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കൊടുത്ത. അങ്ങനെ ഈ ലോകത്തിൽ എത്രയോ ഹാകിമീങ്ങളും എത്രയോ ആലിമീങ്ങളും അങ്ങനെ എല്ലാ താണ്ടി ഇൽമുൽ അല്ലാഹു തആല വലിയ സ്ഥാനമാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയൊരു ഇൽമുൽ ധാരാളമായി സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നുണ്ട. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആക്ക് പ്രതിഫലമായി കൊടുത്തെങ്കിൽ ഉത്തരത്തിൽ മഹാനവർകൾക്ക് ഇത്രയും വലിയ സ്ഥാനം കിട്ടുക സാധ്യമായിട്ട്. അങ്ങനെ മഹാനവർകൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ ഹിക്മത്തുള്ളങ്കത്തെ വളരെ ബുദ്ധിജീവിയുള്ളങ്കത്തെ ആളാണ്. അങ്ങനെ ഒരു നാൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും പിന്നെ മുആവിയ റളിയല്ലാഹു നടുവിൽ ഒരു ചെറിയൊരു തർക്കം വന്നപ്പ, ഒരു സമസ്യ വന്നപ്പ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിനോട് ആൾമാരെല്ലാം ദൂരായി പോയാറ്. അലി റളിയല്ലാഹു വിട്ടു നിന്നാറ്. അപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു പോയിട്ട് കേക്കട്, അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ നക്ക് നിങ്ങൾ ഒരു സമ്മതം തരൂ, ഞാൻ അങ്ങോട്ട് പോയിട്ട് വിഷാക്കട, ഞാൻ അങ്ങനെ സമാക്കട ചെന്നപ്പ അലി റളിയല്ലാഹു അൻഹു ചൊല്ലു, ഇന്നി അതഖവഫു അലൈക മിൻഹും. വേണ്ട, നിങ്ങൾ ചെറിയ ആളാണ്, ഞാൻ
നന്ദമേ ആ അർത്ഥത്തിലുള്ളാറ് നിങ്ങൾക്ക് അങ്ങ് എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കുവാറ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പേടിക്കിற നിങ്ങൾ പോണ്ടാണ് ചൊല്ലു. അപ്പോൾ മഹാനവர்கள் ചൊല്ലു, ഇല്ല ഇല്ല ನಾನು ಅವಳು போயிட்டு ಸರಿಯಾಕಡೆ ಚೊಂದಪ್ಪ ಮಹಾನವர்கள் ಸೀದಾ ಆ ಅಲಿ ರಲಿಯಲ್ಲಾಹುನೋಡೆ ದೂರ ಆಯಂಕಿತ ಆಲ್ಮಾರ್ ಮುಟ್ಟ ಪೋಂಡು. അങ്ങനെ പോയപ്പ അലി റളിയല്ലാഹുവിനെ ദൂരെ ആക്കിയെങ്കിൽ ആൾമാർക്ക് ഈ അബ്ബാസ് റളിയല്ലാഹു പണ്ടത് കണ്ടപ്പ ഭാര്യ കുസ്തിയോട്. കാരണം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലപ്പടെ മോനാണ്, കുഞ്ഞാപ്പടെ മോനാണ്. അപ്പ അങ്ങ് മർഹബ സ്വാഗതാക്കടാറ്. പക്ഷേ കുറെ ആൾമാർ ചൊല്ലാറ്, ആ കൂട്ടത്ത് കുറെ ആൾമാർ ചൊല്ലാറ് അങ്ങോട്ട് അയാളുടെ മുണ്ടണ്ടാണ്. പക്ഷെ കുറെ ആൾമാർ സ്വാഗതാക്കടാറ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു ചൊല്ലു, ഞാൻ നിങ്ങളുടെ മുണ്ടകാണ് ബന്നേ. അപ്പൊ അങ്ങ് ചൊല്ലാറ്, നിങ്ങ ചൊല്ലರು ബഷീർ ചൊല്ലರು ചെന്നപ്പ അബ്ബാസ് റളിയല്ലാഹു ചൊല്ലു, നിങ്ങൾക്ക് ഒന്നില്ലേ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളുടെ മകനാക്കിയ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എലാപ്പടെ മോനാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി വിശ്വസിച്ചെങ്കത്തെ ആളാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് കാണും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അർസാക്കി കേട്ടപ്പ അങ്ങ് ചൊന്നാറ് മൂന്ന് കാരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ അർസാക്കിനെ. അപ്പൊ അങ്ങ് ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു കേക്കട് എന്തിനാ 3 കാര്യം കേട്ടപ്പ അങ്ങ് ചൊല്ലാറ്, ഒന്നാമത്തെ കാര്യം അള്ളാഹുടെ ദീനില് അങ്ങ് മുആവിയ റളിയല്ലാഹു അൻഹും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തർക്കായപ്പ ಒಂದು ಸಮಸ್ಯೆ ಆಯಪ್ಪ ಹಂಗ ಎಂದಾಕಿರೋ ಚೆಂದಾಗಿ ಹಂಗ ಅಬೂ ಮೂಸಲ್ ಅಶ್ವರಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅಮ್ರ್ ಇಬ್ನ್ ಆಸ್ ರಲಿಯಲ್ಲಾಹು ಚೊಲ್ಲೆ ಈ ಜಂಡು ಸ್ವಹಾಬಿಡ ಹಂಗ ಎಂದಾಕ್ಯಾರು ನಡುಲು ಮಧ್ಯವರ್ತಿ ಹಾಕ್ಯಾರು, ഹാക്കിമിങ്ങൾ ആക്കിയാറ്. ഇത് ആക്കിയത് ശരിയല്ല. കാരണം അള്ളാഹുടെ ദീനിൽ ഒരു വിഷയത്തിൽ ഹാക്കിമി ഒരു വിധികർത്താവ് ആക്കണ ഉള്ളത് അത് അള്ളാഹു അല്ലേ. അള്ളാഹു ഇക്കുമ്പോൾ വേറെ ആളുടെ എന്തൊക്കെ ഒരു വിധികർത്താവ് ആക്കടെ. അപ്പൊ ഇതായിട്ട് ഒന്നാമത്തേത് അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു മേൽ അർസ ബറവുള്ള കാരണം. രണ്ടാമത്തെ ചോദ്യം അങ്ങ് ചൊന്നാറ് അലി റളിയല്ലാഹു അൻഹും ആയിഷ റളിയല്ലാഹു ഒട്ടിಗೆ പിന്നെ മുആവിയ റളിയല്ലാഹു ഒട്ടിಗೆ യുദ്ധ ആക്കുമ്പോൾ അങ്ങനെ ഗനീമത്ത് എടുത്തിട്ടില്ല, അങ്ങനെ ബന്ദിയാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ ബന്ദിയാക്കി നിಂತು കൈദിയാക്കി നിಂತು ഇതാണ് ഞങ്ങളെ പ്രശ്നം. ഇതാണ് രണ്ടാമത്തെ കാരണം. അങ്ങനെ മൂന്നാമത്തെ കാരണം ചൊല്ല് മൂന്നാമത്തെ കാരണം അബ്ബാസ് റളിയല്ലാഹു ഒട്ടിಗೆ ചൊല്ലാറ് അലി റളിയല്ലാഹു എന്താക്കിയത് ಗೊತ್ತುಂಟಾ, സ്വന്തത് തൊട്ടു തന്റെ അമീറുൽ മുഅ്മിനീൻ ചൊല്ലേക്കിട്ട് ആ സ്ഥാനമാനത്തെ മായ്ച്ചു കളഞ്ഞിട്ട് ആൾമാർ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു ബയ്യത്താക്കിയെങ്കിത്തെ അമീറുൽ മുഅ്മിനീൻ ചെന്നിട്ട് ബയ്യത്താക്കിയെങ്കിത്തെ ആൾമാർ എന്നിട്ടും അങ്ങ് പിന്നെ എന്താക്കിയാറ് അമീറുൽ മുഅ്മിനീൻ അങ്ങ് ചൊല്ലാണ്ട് തിച്ചാറ്. കാരണം കേട്ടപ്പ അങ്ങ് ചൊന്നാറ് അലി റളിയല്ലാഹു ഇങ്ങനെ ആക്കി തിന്നിട്ട്. അപ്പൊ ഈ 3 പ്രശ്നങ്ങളാണ് അങ്ങനെ അർത്ഥത്തുകൊള്ള കാരണം. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു ചൊല്ലു അങ്ങോട്ട് ചൊല്ലു അലി റളിയല്ലാഹു ആക്കിയത് സമമാണ്, ഈ 3 കാര്യം ആക്കിയത് സമമാണ്. ഞാൻ ഖുർആനിലൂടെ നിങ്ങൾക്ക് അതിൽ തെളിവ് കാട്ടാൻ ചൊന്നപ്പ ഞാൻ കാട്ടി നിങ്ങൾ വിശ്വസിക്കൂടാ, നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചു പണ്ടറാ ചൊന്നപ്പ അങ്ങ് ചൊല്ലാറ് അലി റളിയല്ലാഹുവിനെ എതിർ ഉണ്ടെങ്കിൽ ആൾമാർ ചൊല്ലാറ് അതേ ഞങ്ങൾ വിശ്വസിക്കടാ നിങ്ങൾ കാട്ടിത്തോറ് ചൊന്നപ്പ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു ചൊല്ലു. അപ്പൊ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാ വിഷയത്തിലും ഒരു തെളിവ് പിടിച്ചിട്ട് കാട്ടിറങ്ങിയത് വലിയ ഹിക്മത്തുള്ളെങ്കിയത് വലിയ ഒരു പണ്ഡിതനാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ 3 കാരണത്തും അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉത്തരം കൊടുക്കുക ഭർത്താവോട്. ഒന്നാമത്തെ ഉത്തരം നിങ്ങൾ ചൊന്നാറല്ലേ അള്ളാഹുടെ ദീനിൽ അങ്ങ് അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 2 ആൾമാരെ മധ്യവർത്തി ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ശരിയാണ്. കാരണം ഖുർആൻ ചൊന്നല്ലേ യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്തുലു സ്വൈദ വഅൻതും ഹുറും വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ ഫജസാഉ മിത്ലു മാ ഖതല മിനൻ നഅമി യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ മാഇദത്തിൽ ചൊല്ലും, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇഹ്റാം എടുക്കുന്ന സമയത്തിൽ, നിങ്ങൾ ഹജ്ജ് ഉംറ ആക്കുന്ന സമയത്തിൽ നിങ്ങൾ ಬೇಟೆ മൃഗത്തെ നിങ്ങൾ കൊല്ലണ്ട. അങ്ങനെ നിങ്ങൾ കൊന്നിരണ്ടായെങ്കിൽ നിങ്ങൾ ಅದಕ್ಕೆ ಪರಿಹಾರ ಕೊಡ್ಕೋರು, നിങ്ങൾ ഒരു തീരുമാനം ആക്കട ആൾമാരൊട്ടെ നിങ്ങൾ നല്ല നീതിയുള്ള ആൾമാരൊട്ടിಗೆ നിങ്ങൾ തീരുമാനം ആക്കറോ ചെന്നപ്പ പരിശുദ്ധ ഖുർആനെ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഒരു തീരുമാനം ആക്കുമ്പോൾ ഒരു വേറൊരു ആൾമാരെ നിങ്ങൾ അതിൽ മധ്യവർത്തി ആക്കറോന്ന് ചൊല്ലുമ്പോൾ അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആക്കിയത് ശരിയല്ല എന്ന് കേട്ടപ്പ അങ്ങ് ചൊല്ലാറ് അതേ അങ്ങ് വിശ്വസിച്ചാറ്. അങ്ങ് ഈ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒന്നാമത്തെ കാര്യത്തിൽ നിന്ന് അർസായ കാരണത്തിൽ അങ്ങ് തിരിഞ്ഞു പണ്ടാറ്. രണ്ടാമത്തെ കേക്കട് നിങ്ങൾ ചൊന്നാറ് അലി റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് യുദ്ധ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ യുദ്ധ ആക്കുന്ന സമയത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ അറസ്റ്റ് ആക്കിയിട്ടില്ല, അങ്ങനെ കൈദിയാക്കിയിട്ടില്ല. ഇതൊക്കെ കാരണം ആയിഷ റളിയല്ലാഹു അൻഹു ഞങ്ങളെല്ലാവരും ഉമ്മല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചൊല്ലേ ഉമ്മയുടെ അറസ്റ്റ് ആക്കണുണ്ടല്ലേ നിങ്ങൾ ചൊല്ലേ. അപ്പൊ ഉമ്മയുടെ അറസ്റ്റ് ആക്കണ ചൊല്ലത് അത് കാഫിറോട് ചൊല്ലെങ്കിത് വിഷയമാണ്. അപ്പൊ
യുദ്ധത്തിൽ കിട്ടറയ്ക്കത്തെ അടിമങ്ങ അങ്ങനെ പിന്നെ ഹലാലാക്കാം, അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ യൂസാക്കാം. അപ്പൊ നിങ്ങൾ എന്തൊരു യുദ്ധത്തിൽ കിട്ടിയെങ്കിൽ കൈദിയായിട്ട് കിട്ടിയെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്താക്കണം, യൂസ് ആക്കണോണ്ട് അതിനെ അയ്മടെ ഹലാലാക്കണോണ്ട് ഇങ്ങനെ ചെന്നെങ്കും എന്താണ് കുഫ്രായി പോണ്ട്. അപ്പൊ ഇതിനെ തൊട്ടിട്ട് അപ്പൊ എന്തിന് അലി റളിയല്ലാഹു അൻഹു ആക്കി സൊറ ശരിയാണ്. അലി റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് ആയിഷ റളിയല്ലാഹുവിന്റെ യുദ്ധത്തിൽ നിന്ന് എന്താക്കിയിട്ടില്ല, അറസ്റ്റ് ആക്കിയിട്ടില്ല, കൈദിയാക്കിയിട്ടില്ല. അപ്പൊ ഈ രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് അങ്ങ് തിരിഞ്ഞു പണ്ടാറ്. മൂന്നാമതായിട്ട് അങ്ങ് ചെന്നെങ്കിൽ എന്താണ് പ്രശ്നമാണ്, എന്തിന് അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ചൊല്ലിന്റെ പേര് എന്താക്കിയിട്ട് മായ്ച്ചു വെച്ചിട്ട്. അപ്പൊ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു അലി റളിയല്ലാഹു അൻഹു എന്തോ ഒരു മസ്ലഹത്ത് പേനായിട്ട് അമീറുൽ മുഅ്മിനീൻ ചൊല്ലിന്റെ ആ പേര് മായ്ച്ചു വെച്ചിട്ട്. കാരണം നിങ്ങൾക്ക് മുന്നോരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹിജ്റ 6ാമത്തെ വർഷത്തിൽ മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് ഉംറക്ക് ബറുമ്പ സ്വഹാബികൾ ഒട്ടിಗೆ ഉംറക്ക് ബറുമ്പ അവിടെ ഹുദൈബിയ ചൊല്ലിയ ജാഗത്തിൽ മക്കത്തെ മുശ്രിക്കീങ്ങൾ തടഞ്ഞു വെച്ചാറ്. അപ്പൊ മക്ക മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാറാക്കടാറ്. അപ്പ ആ കരാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എൽദിര് മുഹമ്മദ് റസൂലുള്ളാഹി ഇങ്ങനെ ആ കരാറിൽ എഴുതിയപ്പ ആ മുശ്രിക്കീങ്ങൾ ചൊല്ലാറ്, നിങ്ങൾ അള്ളാഹുടെ റസൂലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഉംറക്ക് തടയലെന്ന് ചൊന്നപ്പ നിങ്ങൾ ഇങ്ങനെ എഴുതോറ് ചൊല്ലാറ്. മക്ക മുശ്രിക്കീങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദില്ല ഇങ്ങനെ എഴുതോറ് ചൊല്ലാറ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മുഹമ്മദ് ബിൻ അബ്ദില്ല ചൊല്ലു അങ്ങനെ എഴുതിര്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു, നിങ്ങൾ എൻ്റെ കലവാക്കിയെങ്കും ನಾನು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അള്ളാഹുടെ റസൂലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് ആക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അള്ളാഹുടെ റസൂലുണ്ട് എഴുതിയിട്ടില്ല, ലെറ്ററിൽ എഴുതുമ്പോൾ അള്ളാഹുടെ റസൂലുണ്ട് എഴുതിയിട്ടില്ല, മുഹമ്മദ് ബിൻ അബ്ദില്ലാണ്ട് എഴുതിയേ. അപ്പൊ ഒരു മസ്ലഹത്ത് വരുമ്പോ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏതോ ഒരു മസ്ലഹത്ത് വരുമ്പോ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ എഴുതിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ വിശ്വസിച്ചൊന്ന പാടിക്കട് ആ 3 കാര്യങ്ങളിൽ നിന്ന് അങ്ങ് തിരിഞ്ഞു കൊണ്ടാറ്. മാത്രമല്ല 20,000 ആൾമാർ അലി റളിയല്ലാഹു അൻഹു വിട്ടു നിന്നെങ്കിൽ 20,000 ആൾമാർ ഒപ്പം തിരിച്ച് അലി റളിയല്ലാഹു അൻഹു മുട്ട പോണ്ടാറ്. പക്ഷേ 4,000 ആൾമാർ അവിടെ അങ്ങനെ മത്സര ബുദ്ധിയിലായിട്ട് അങ്ങ് ബാക്കി അവിടെ അങ്ങ് ഹക്കട് തൊട്ട് അങ്ങ് തിരിഞ്ഞാറ്. ഇങ്ങനെ ഒരുപാട് ആൾമാർക്ക് എല്ലാ പ്രശ്നം വരുമ്പോ എല്ലാ സമസ്യ വരുമ്പോ ഹിക്മത്തോട് കൂടെ അങ്ങ് പ്രൂഫോട് കൂടെ ഉത്തരിക്കുക സാധ്യമാണെങ്കിൽ ഒരു മഹാനായിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാ ഇൽമുടെ തെരുളു ധാരാളമായി ഇൽമു പഠിച്ചിട്ട് എല്ലാ ഇൽമുടെ മേഖലകൾ കരസ്ഥമാക്കിയിട്ട് മാത്രമല്ല ഇൽമുടെ ബഹ്റാന് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പഠിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വഫാത്താവുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വെറും 13 വയസ്സാണ്. ധാരാളം ഇൽമു പഠിക്കാൻ സാധ്യമായിട്ടില്ല. കാരണം 13 വയസ്സാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ പിന്നെ മദീനത്തില് ഇന്നെങ്കിൽ ധാരാളം ഇൽമു ഉള്ളെങ്കിൽ സ്വഹാബിമാർ മുട്ട പോയിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കട്, ഇൽമു കരസ്ഥമാക്കട്. മാത്രമല്ല ഏതൊരു സ്വഹാബിയുടെ മുട്ടാണ് ധാരാളം ഇൽമുല്ലേ അങ്ങനെ വിഷ കിട്ടെങ്കിൽ ഒരു സ്വഹാബിയുടെ മുട്ട ഒരു ഇൽമു ഉണ്ടോട്ട് വിഷ കിട്ടിയെങ്കിൽ സീതാ ആ സ്വഹാബിയുടെ മുട്ട പോയോ ഇന്നെങ്കിൽ മഹാനാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു നാൾ ഇങ്ങനെ ഏതൊരു ഇങ്ങനെ ഇൽമു പഠിക്കുകയായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചോ ഇന്ന് എത്രത്തോളം ചെന്നെങ്കിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഞാൻ ഒരു സ്വഹാബിയുടെ മുട്ട ഇൽമു ഉണ്ടോട്ട് വിഷ കിട്ടിയെങ്കിൽ ഞാൻ അങ്ങനെ കൈലൂളത്തിന്റെ സമയത്താണ്, അതായത് ളുഹുറിന്റെ മുന്നോല് ഉല്ലെങ്കിട്ട് ആ ടൈമുണ്ട്, ഓർമ്മ സുന്നത്തായ ടൈമുണ്ട്. ആ ടൈമിലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ മുട്ട ഇൽമു പഠിക്കാൻ പോകണ്ടേ. അപ്പൊ ആ സ്വഹാബിയുടെ മുട്ട ഏതൊരു സ്വഹാബിയുടെ മുട്ടാണ് ഇൽമു പഠിക്കാൻ പോകണ്ടേ, ആ സ്വഹാബിയുടെ ഔത്തെ ബായിലെ മുട്ട ഇങ്ങനെ ദൈക്കിട് കുറേ എന്നാണ് ദൈക്കിട് ആ മഹാണ്ട് ഒന്തു പോകണ്ടേ. കാരണം ഒർക്കിലാണ് നിൽക്കട്, ഒർക്ക് ടൈമിലാണ് മഹാനവர்கள் പോകണ്ടേ. പക്ഷെ അവിടെ ഒന്നില്ല, കുറേ നേരം ബായിലെ മുട്ട നിൽക്കട്. അങ്ങനെ മറുഭൂമിയാണ്, ഇങ്ങനെ കുറെ കാത്ത് അടിച്ച് വീശിട്ട് മഹാനയുടെ മേൽക്ക് കുറെ ദൂരമുള്ള ഇങ്ങനെ അണ്ടിപ്പിടിക്കട്. കാരണം മഹാനവர்கள் ചൊല്ലു ഇതൊരു ഹിക്മത്താണ് ഇവിടെ മഹാനവர்கள் യൂസ് ആക്കിയല്ലേ. കാരണം ആ സ്വഹാബി ബായിൽ ഓപ്പൺ ആക്കിയപ്പോ നണ്ട് കണ്ടപ്പ ആ മഹാനവർക്ക് സന്തോഷ ആവട്ട്, നണ്ട് ഇയാൾ ഒന്നിട്ടില്ലല്ലേ, പിന്നെ നണ്ട് നോക്കിയിട്ട് ಬೇಜಾರಾವಟ್ಟು, ഈ ദൂലുള്ള പുറണ്ടിയത് കണ്ടപ്പോൾ നല്ല നോക്കിയിട്ട് ಬೇಜಾರಾവಟ್ಟು. അങ്ങനെ നക്ക് ഇൽമു പടിപ്പാടി തരാണ്ട് ചൊല്ല പടിപ്പാടി തൻ്റെ ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഞാൻ ആക്കിയോ എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു. അങ്ങനെ മഹാന്റെ ഒരു ശിഷ്യ ചൊല്ലു. അങ്ങനെ മഹാനവர்கள் ഇൽമു പഠിച്ചിട്ട് മുഅല്ലിമാവോട് ലാസ്റ്റ് മുദറിസാവോട് പിന്നെ മഹാനവരുടെ ഒരു അവമേ വലിയ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ചൊല്ലുമ്പോൾ അവിടെ ധാരാളം ഫണ്ണുകൾ, ധാരാളം വ്യത്യസ്തമായ കിതാബുകളും ഫണ്ണുകളും
ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ അവിടെ പരിപാടിക്കൊണ്ടിരിക്കട്ടെ. ധാരാളം 100ഓളം ഉസ്താദ്മാരാണ് ഇന്നത്തെ യൂണിവേഴ്സിറ്റിയിൽ കാണേ. പക്ഷേ അണ്ടത്തെ ആ യൂണിവേഴ്സിറ്റിയിൽ ഒരേ ഉസ്താദാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലേങ്കിത്തെ ഒരേ ആള് ഉസ്താദാണ്. പക്ഷേ ആ ഉസ്താദിനെ മുട്ട മഹാന്റെ ശിഷ്യ ചൊല്ലു ആ ഉസ്താദിനെ മുട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മുട്ട എല്ലാ ദിവസം ആ മഹാന്റെ ഔത്തുക്ക് പോകണമെങ്കിൽ തെരുള്ളൂ. എത്രയോ ഗാഡികളാണ്, എത്രയോ വാഹനങ്ങളാണ്, എത്രയും തിരക്കുകളാണ്, റഷുകളാണ്. കാരണം അത്രയും ഇൽമ് കരസ്ഥമാക്കുവാനായിട്ട് ആൾമാർ എല്ലാ ലോകത്തിൽ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നാണ് മഹാനവർ മുട്ട ഇൽമു പഠിക്കുക കണ്ട്. അങ്ങനെ ഈ ശിഷ്യ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മുട്ട പേടിച്ചോണ്ടു ഉസ്താദെ അവിടെ പുറത്ത് കുറേ റഷുണ്ട്, നിങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വിളിക്കുറു ചെന്നപ്പ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉളു എടുക്കട്. അങ്ങനെ എല്ലാവരും വിളിക്കറി ഇങ്ങനെ ചൊല്ലിട്ട് ഈ കൂട്ടത്തിൽ ഖുർആൻ പഠിക്കുക ആർക്കെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ഖുർആനുമായി ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങ് ഫസ്റ്റ് പറഞ്ഞു ചൊല്ലു. അങ്ങനെ ഖുർആനുമായി ആ ഖുർആനിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇന്നെങ്കിൽ ആൾമാർ അങ്ങ് ഫസ്റ്റ് പണ്ടാറ് അങ്ങ് പോണ്ടാറ്. പിന്നെ ഹദീസുമായിട്ട് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടപ്പ അങ്ങ് പണ്ടാറ്. പിന്നെ ഹദീസ് പിന്നെ ആർക്ക് ഹലാലോ ഹറാമ് ഈ കാര്യത്തിൽ ഇരുപേരങ്ങ് അങ്ങ് പറഞ്ഞു. അപ്പൊ ഇങ്ങും പണ്ടാറ്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഇൽമ് മഹാനവർകൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ആൾമാർക്കെല്ലാം പരിപാടി കൊടുക്കൊടു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആലിമുകും ഈ ലോകത്തിൽ ആലിമുകും പവറുണ്ട്, സയ്യിദന്മാർക്കും പവറുണ്ട്. ഒരു ഇൽമ ഇല്ലാത്ത സയ്യിദ് മഹത്വം എത്രയോ മഹത്വമുണ്ട്. അതേപോലെ ഒരു ഇൽമ പഠിച്ചെങ്കിൽ ഒരു സയ്യിദ് എത്രയോ മഹത്വമുണ്ട്. അതല്ലേ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ ചൊല്ലെ ഒരു പഞ്ചസാരയിലെ ഒരു പർവ്വതത്തിൽ ഒരു കറുമ്പുട് നട്ടെങ്കിൽ ആ കറുമ്പുക്ക് എത്രയാണ് മധുരമില്ലേ, അതേപോലെ ഒരു ഇൽമുല്ലങ്കത്തെ ഒരു സയ്യിദ് അത്രയോ മഹത്വമില്ലേ. അപ്പോൾ ആ ഇൽമുല്ലങ്കത്തെ സയ്യിദും പിന്നെ ആലിമുകും അങ്ങനെ പരസ്പരം നടുവിൽ സംബന്ധം വേണു, അങ്ങനെ ബഹുമാനം വേണു, അങ്ങനെ പരസ്പരം അങ്ങ് ആദരിക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്നോല്ലേ. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്ക സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ഒരു സ്വഹാബി, അയാൾ കാത്തിബുൽ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി എഴുതിയ ഒരു ആളാണ്. മാത്രമല്ല മദീനത്തിലുള്ള ഒരു ഖാദിയാണ്, ഫത്വ കൊടുക്കുന്ന ഒരു വലിയ സ്വഹാബിയാണ്. ഫിഖ്ഹും അതേപോലെ ഫറായിദും ഇതെല്ലാം വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം ഒരു സ്വഹാബിയും കൂടിയാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു ഒരു ആലിമാണ്. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സയ്യിദാണ്. അപ്പൊ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു വാഹനത്തിൽ യാത്ര പോകുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ അവിടെ ഏനി വെക്കടായിട്ട് ആ വാഹനത്തിൽ കയറുവാനായിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏനി വെക്കട്. അപ്പൊ ഇത് കേട്ടിട്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലു, ദഅൻക യാ ഇബ്ന അമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വിടറു, നിങ്ങൾ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം എലപ്പട മോനല്ലേ, നിങ്ങൾ സയ്യിദാണല്ലേ ചൊന്നപ്പ മഹാനവറുകൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, ഹാകദ ഉമിർന അൻ നഫഅല ബി ഉലമാഇന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇതാണ് പരിപാടി തന്നപോലെ ഒരു ആലിമുക്കും മഹത്വം ഉണ്ടുണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്നത്. അപ്പ സയ്യിദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അരിനി ഇദക, നിങ്ങളുടെ കൈ എന്നൊക്കെ നീട്ടി തരു ചെന്നപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു രണ്ട് കൈ നീട്ടി കൊടുക്കട്. മാത്രമല്ല സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ രണ്ട് കൈയുടെ ചുംബിക്കട്. മാത്രമല്ല എന്നിട്ട് ചൊല്ലു, ഹാകദ ഉമിർന അൻ നഫഅല ബി അഹ്ലി ബൈത്തി നബിയിനാ സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സയ്യിദന്മാരെ ബഹുമാനിക്കുന്നതൊക്കെ ഇങ്ങനെയാണ് പരിപാടി തന്നോല്ലേ. അപ്പൊ ഒരു ആലിമുകും ഒരു സയ്യിദും മഹത്വങ്ങളുണ്ട്. അങ്ങനെ നടുവിൽ പരസ്പരം ആദരിക്കണം ബഹുമാനിക്കണുണ്ട്. നമുക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിപാടി തന്നുകൊണ്ട് അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഗാധമായ ഇൽമാണ്, ഇൽമുടെ ബഹറാണ്. ഓർക്ക മസ്റൂഖ് ഇബ്നുൽ അജ്ദ ചൊല്ലെ വലിയ താബിയായ ആള് അയാൾ ചൊല്ലു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടപ്പ ഞാൻ ഇങ്ങനെ ചൊന്നു പോണ്ടേ, അജ്മലുന്നാസി ജനങ്ങളിൽ വെച്ച് ഏറ്റവും ചന്തമുല്ലങ്കത ആരാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുമ്പോൾ ഞാൻ ചൊല്ലെ, അഫ്സഹുന്നാസി ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സ്ഫുടമായി സംസാരിക്കട്ടെ, സാഹിത്യമേറെ വാക്കുകളാണ് സംസാരിക്കണമെങ്കിൽ ആളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഫൈദ തഹദ്ദസ ഖുൽതു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ ഹദീസും തന്നെങ്കിൽ ഞാൻ ചൊല്ലെ, അഅലമുന്നാസി ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അഗാധമായ പാണ്ഡിത്യ ഉല്ലംഘിച്ച ഒരു ആലിമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതെന്തൊരു ചൊന്നുണ്ടായെങ്കിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എല്ലാ ഭാഗത്തിൽ നിന്നും മഹത്വങ്ങളെ ഒരുമിച്ച് കൂട്ടി ചൊല്ലേങ്കിൽ ഒരു അർത്ഥത്തുകാണ് മഹാനായ മസ്റൂഖ് ഇബ്നുൽ അജ്ദ റളിയല്ലാഹു അൻഹു ചൊന്നോല്ലേ. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഅല്ലിമാവുడు മുദർരിസാവുడు അങ്ങനെ
ഒരുപാട് ആൾമാർക്ക് ഇൽമുകൾ ചൊന്നു കൊടുത്തുകൊണ്ടിരിക്കട്. അങ്ങനെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു നാല് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ യാത്രയിൽ പ്രയാസങ്ങൾ വരുമ്പോൾ വിഷമങ്ങൾ ഇങ്ങനെ റാഹത്തിയെടുക്കുന്ന ടൈമിൽ പോലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിസ്കാരം ബുഡ്ല ഇബാദത്ത് ബുഡ്ല എത്രയോ ആൾമാർ യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് റെസ്റ്റ് ആക്കണത്. പക്ഷേ ആ സമയത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റെസ്റ്റ് ആക്കില്ല. ആ ടൈമിൽ പോലും ഇബാദത്ത് ആക്കണമെങ്കിൽ ഒരു സ്വഹാബിയും കൂടിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരിക്ക നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാവുടെ പിടിച്ചിട്ട് സുബൈ തോല ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കട്. ആ നിസ്കാരത്തിലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കട്, സൂറത്ത് ഓതിക്കൊണ്ടിരിക്കട്. അങ്ങനെ വജാഅത്ത് സക്രത്തുൽ മൗത്ത് ചൊല്ലുടെ ആയത്ത് വരുമ്പോൾ മഹാനവർകൾ വല്ലാത്ത ദുഃഖമാവുട്. മഹാനവർകൾ അതേ ആയത്തിൽ സുബൈ തോല റിപ്പീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാ. വജാഅത്ത് സക്രത്തുൽ മൗത്ത് മരണവേദന ചൊല്ലത് അതിങ്ങനെ വന്നുകൊണ്ടുണ്ട്, അത് ഹക്കാണ്. നീ എത്ര തോല തപ്പാട്ടിയോണ്ടില്ല, ഇനി നിനക്ക് തപ്പാട്ട് സാധ്യയില്ല. മരണത്തെ വേദന വന്നുകൊണ്ടുണ്ട് ചൊല്ലുടെ ഈ ഒരു ആയത്ത് മഹാനവർകൾ അതിങ്ങനെ സുബൈ തോല ഇങ്ങനെ റിപ്പീറ്റ് ആക്കിക്കൊണ്ടുണ്ട്. ഫജ്ർ വരെ അത് റിപ്പീറ്റ് ആക്കിക്കൊണ്ടിരുന്നിട്ട മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുലൈക റളിയല്ലാഹു അൻഹു നമുക്ക് കൂടി ചൊന്തന്നോല്ലേ. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു 71 വർഷം ജീവിച്ചിട്ട് അങ്ങനെ മരിക്കുന്ന സമയത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് ഇബ്നു ഹനഫിയ ചൊല്ലുടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ മോനായിട്ടിക്കട് മഹാനവർകളെ മയ്യത്ത് നിസ്കരിക്കട്. അങ്ങനെ മഹാന്റെ മുട്ട ആ കഫൺ വസ്ത്രത്തെ മുട്ട ഒരു പക്ഷി ബണ്ട് ഏതോ ഒരു ഭാഗത്തിൽ പക്ഷി ബണ്ട്. പക്ഷേ ആ പക്ഷി വന്നിട്ട് തിരിച്ചു പോകണില്ല. അങ്ങനെ സ്വഹാബിങ്ങൾ അത്ഭുതപ്പെട്ടു പോയാറ്, ഇതെന്ത് ഒരു പക്ഷിയാണ്. അങ്ങനെ ഒരു അശരീരവാണി ആ സ്വഹാബിങ്ങൾ കേക്കട്. ഒരു ഖുർആന്റെ ആയത്താണ്, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി ചൊല്ലുടെ ഒരു അശരീരവാണി കേട്ടുകൊണ്ടിരിക്കട്. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? നിന്റെ റബ്ബുടെ മുട്ട നീ വളരെ തൃപ്തിയോട് നിങ്ങ തൃപ്തിപ്പെട്ടാറ്, നിങ്ങൾക്കും തൃപ്തി കിട്ടിയിട്ട് നിങ്ങ അടിമകളെ കൂട്ടത്തിൽ നന്റെ അടിമകളെ കൂട്ടത്തിൽ നിങ്ങൾ കടക്കൂറുണ്ടു, മാത്രമല്ല നന്റെ സ്വർഗത്തിൽ നിങ്ങൾ കടക്കൂറുണ്ട്. ഈ ഒരു ആയത്തിന്റെ അർത്ഥമാണ്. ഈ ഒരു ആയത്താണ് അവിടെ അശരീരവാണിയായിട്ട് നമുക്ക് അവിടെ സ്വഹാബിങ്ങൾ കേട്ടോണ്ടല്ലേ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ ഒരു അഗാധമായ പാണ്ഡിത്യ ഉള്ളെങ്കിത്തെ ഒരു സയ്യിദാണ്, ഒരു വലിയ ആലിമും കൂടിയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായം ഇക്കുമ്പോഴേ പണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതോ ഒരു സമസ്യ വരുമ്പോൾ എന്തോ ഒരു പ്രശ്നം വന്നെങ്കിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടുപോയിന്ത്. കാരണം ചെന്നെങ്കിൽ അയാളെ മുട്ട പരിഹാര കിട്ടുക സാധ്യമായിന്ത്. പണ്ട് മുഷാവറ നടത്തി വന്നാറ് അണ്ടത്തെ കാലത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ പിന്നെ മുഷാവറ നടത്തി വന്നാറ്. പക്ഷേ അണ്ടത്തെ ആ മുഷാവറത്ത് ഒരു മീറ്റിംഗ് കണ്ടീഷൻ ഇത്ത് ഒരു മുഷാവറത്ത് ആ കമ്മിറ്റിക്ക് കൂടണമെങ്കിൽ 40 വർഷം പേരുണ്ട്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 25 വർഷമാണുള്ളേ. പക്ഷേ എന്നാലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ആ കമ്മിറ്റിക്ക് ചേർപ്പാട്ടത് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. ഇതെന്താണ് ഇവിടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു നടത്തിയോ ഇല്ലേ? ഇത്രയും ചെറിയ സ്വഹാബിയുടെ എന്ത് കാണുന്ന കൂട്ടത്തിൽ ഇത്ര വലിയ സ്വഹാബികളാട്ടിയോ ചേർപ്പാട്ടിയോ ഇല്ലേ? അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു സൂറത്തുൽ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് ചൊല്ലെങ്കിൽ ആ സൂറത്തിലെ സ്വഹാബികൾ കൊടുക്കുക. ഈ ഒരു സൂറത്തിൽ എല്ലാവരും വ്യാഖ്യാനം ചൊന്നപ്പ എല്ലാ സ്വഹാബികളും അവിടെ പ്രഗത്ഭരായ സ്വഹാബികൾ ഈ സൂറത്തുക്ക് വ്യാഖ്യാനം ചൊല്ലാറ്. പക്ഷേ എല്ലാവരും ചൊന്നപ്പ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു നിങ്ങൾ ചൊല്ലറ് ഈ ഒരു സൂറത്തുക്ക് വ്യാഖ്യാനം ചൊല്ലറ് ചെന്നപ്പ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിലെ സൂചനയാണ് ഈ സൂറത്ത് ചെന്നപ്പ അവിടെ ഉള്ള എല്ലാ സ്വഹാബികൾ അത്ഭുതപ്പെട്ടു കൊണ്ടാറ്. ഇത്രയും ചെറിയ പ്രായത്തിൽ വളരെ തഫ്സീറുകളും വളരെ പാണ്ഡിത്യവും ഇൽമും ഉള്ളെങ്കിത്തെ ഒരു സ്വഹാബിയും കൂടിയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെ ഡൗട്ട് സംശയം ക്ലിയർ ആമാട് ഇതുക്കായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഞങ്ങളായിട്ട് ചേർപ്പാട്ടി ഉണ്ടാക്ക് ബോധം തെളിയിട്. ഇത്രയും മഹത്വങ്ങളും പാണ്ഡിത്യവും ഉള്ളെങ്കിത്തെ സയ്യിദാന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ മഹാനവർകളെ ജീവിതം അല്ലാഹു തആല ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമും ഹിക്മത്തും
ഇസ്സത്തും ഹിമ്മത്തും അള്ളാഹു താല നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു താല ഞാൻ തിന്നതും നിങ്ങൾ കേട്ടതും സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ ഗുണകരമായി സാക്ഷി നിൽക്കുന്ന സ്വാലിഹ്യങ്ങളായ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.